അപൂർവമായ വിധിയിലൂടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലിടം നേടിയ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് കേരള പോലീസിന്റെ ഈടുറ്റ അന്വേഷണ പാടവത്തിന്റെ മികവാർന്ന തെളിവ് കൂടിയാണ്. കേസിൽ 15 പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ പോലീസിന് അത് അഭിമാന നേട്ടത്തിനുള്ള വകയായി. പ്രതികളെ എത്രയും വേഗം പിടികൂടാൻ ആലപ്പുഴ ഡിവൈഎസ്പി NR ജയരാജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞതാണ് നേട്ടത്തിന്റെ ആദ്യ ചുവട്. 90-ാം ദിവസം കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത് വലിയ നേട്ടമായി. അപൂർവമായ വിധിയിലൂടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലിടം നേടിയ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് കേരള പോലീസിന്റെ ഈടുറ്റ അന്വേഷണ പാടവത്തിന്റെ മികവാർന്ന തെളിവ് കൂടിയാണ്. കേസിൽ 15 പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ പോലീസിന് അത് അഭിമാന നേട്ടത്തിനുള്ള വകയായി. പ്രതികളെ എത്രയും വേഗം പിടികൂടാൻ ആലപ്പുഴ ഡിവൈഎസ്പി NR ജയരാജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞതാണ് നേട്ടത്തിന്റെ ആദ്യ ചുവട്. സംഘത്തെ അഭിനന്ദിക്കുന്നതായി കോടതിയിലെത്തിയ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന് വലിയൊരു നേട്ടം തന്നെയാണിത്. ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഫോളോ അപ്പിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ പോലീസിലെ ഓഫീസേഴ്സിന്റെ ടീമും കേസെത്തിയ ആൾക്കാരൊക്കെയാണ്. അപ്പം അവർക്കെല്ലാവർക്കും വലിയൊരു എന്താ പറയുക അച്ചീവ്മെന്റ് ശരിക്കും അവരുടേതാണ്. കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച ഡിവൈഎസ്പി ജയരാജനും സംഘത്തിനും ഇതൊരു വലിയ നേട്ടമാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. 2021 ഡിസംബർ 19 ജില്ല സംഘർഷഭരിതമായ ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് ചോരയ്ക്ക് ചോര എന്ന പോലെ BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. SDPI നേതാവ് ഷാനെ RSS സംഘം കൊലപ്പെടുത്തിയതിന് പകരം വീട്ടലായിരുന്നു രഞ്ജിത്തിന്റെ കൊലപാതകം. പട്ടണക്കാട്ടെ RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായിരുന്നു ഷാന്റെ വധം. ആദ്യ കൊലപാതകത്തിന് ശേഷം പോലീസ് കനത്ത ജാഗ്രതയിൽ തുടരുമ്പോഴായിരുന്നു തുടർ സംഭവങ്ങളുണ്ടായത്. ഇത് പോലീസിന് വലിയ തിരിച്ചടിയായി. വെള്ളക്കിണറിലുള്ള രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് പ്രതികൾ കൂട്ടമായി ഇരുചക്രവാഹനത്തിൽ പോകുന്ന CCTV ദൃശ്യമാണ് പോലീസിന് ആദ്യം ലഭിക്കുന്ന തെളിവ്. വീഡിയോയിൽ പ്രതികളുടെ മുഖം വ്യക്തമല്ലായിരുന്നു. ആരെയും തിരിച്ചറിയാനും സാധിച്ചില്ല. വാഹനങ്ങളുടെ നമ്പർ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അന്വേഷണം. CCTV ദൃശ്യം പുറത്തു വന്നതോടെ പ്രതികളെല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയി. പ്രതികളെ എത്രയും വേഗം പിടികൂടാൻ ആലപ്പുഴ ഡിവൈഎസ്പി NR ജയരാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 24 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന G ജയദേവാണ് നയിച്ചത്. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘവുമായി നിരന്തരം ബന്ധപ്പെട്ടു. പ്രതികളെ പിടികൂടാൻ പോലീസിനുമേൽ സമ്മർദ്ദവുമുണ്ടായി. സ്ക്വാഡിലെ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രൊഫഷണലായി തന്നെ മുന്നോട്ട് പോയി കൃത്യമായി കുറ്റവാളികളിൽ എത്തുകയും ചെയ്തു. പല സ്ഥലങ്ങളിലായി തിരിഞ്ഞ പോലീസ് സേന പല ജില്ലകളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. കൃത്യത്തിനായി ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം പിന്നീട് കണ്ടെടുത്തു. അത് കൃത്യത്തിന് ഉപയോഗിച്ചതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനും പോലീസിന് സാധിച്ചു. സാക്ഷികളെയും കൃത്യമായി അണിനിരത്താൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞു. 90-ാം ദിവസം കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത് കേസിൽ വലിയ നേട്ടമായി. CDNet ന്യൂസ്, മാവേലിക്കര.